പ്രിയപ്പെട്ട എഴുത്തുകാരൻ കെ അബ്ബാസ് ഈ വേദിയിലുണ്ട്. കുറച്ച് പേരെ കൂടി ഈ വേദിയിലേക്ക് വിളിക്കുകയാണ്. അഡ്വക്കേറ്റ് വയ്യ റഹീം, പ്രിയപ്പെട്ട KV ഷംസുദ്ദീൻ, റിയാസ് ചേലേരി, ഗ്രീൻ ബുക്സിന്റെ MD നരേന്ദ്രൻ, ഷെരീഫ് കാരശ്ശേരി, ഇത്രയും പേർ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഷംസുദ്ദീൻ, തുർക്കിയിലെ ഒരു കടൽക്കരയിൽ മുഖം പൊത്തി കിടക്കുന്ന ഐലൻ കുർദി എന്ന 3 വയസ്സുകാരന്റെ ഒരു ചിത്രം. ആ 3 വയസ്സുകാരനോട് KM അബ്ബാസ് എഴുതുന്ന ഒരു എഴുത്തുണ്ട്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഈ മുഖം പൊത്തി കിടക്കുന്ന നീ ഒരു കാലത്ത് ഈ അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പക്ഷേ സമകാലിക സാഹചര്യത്തിൽ നമ്മൾ അറിയുന്നു, ഐലൻ കുർദി എന്നത് ഒരു കണ്ണുനീർ തുള്ളിയായിരുന്നെങ്കിൽ ഇന്ന് പലസ്തീനിൽ അത് തടാകമായി മാറുന്നു, കണ്ണുനീർ തടാകമായി മാറുന്നു. മധ്യപൗരസ്ത്യ ദേശത്തെ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചുള്ള, രാഷ്ട്രീയ സ്ഥിതിഗതികളെ കുറിച്ചുള്ള സമഗ്രമായ ഒരു ചിത്രമാണ് കെ അബ്ബാസ് ദായിഷ് എന്ന കൃതിയിൽ പറഞ്ഞു വെക്കുന്നത്. ഈ പ്രകാശന ചടങ്ങ് ആരംഭിക്കുകയാണ്. ഈ കൃതിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പരിചയപ്പെടുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട KV ഷംസുദ്ദീനെ ക്ഷണിക്കുന്നു. ഇന്ന് ലോകം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദമായ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും അതിൻ്റെ ആഴവും തരവും മനസ്സിലാക്കാവുന്ന തരത്തിൽ എഴുതിയ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിന് വളരെ പ്രസക്തിയുള്ള ഒരു സന്ദർഭമാണ് ഈ ഒരു അവസരം അതിനുപയോഗപ്പെടുത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും അബ്ബാസിൽ നിന്ന് ഇനിയും ധാരാളം കൃതികൾ നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിൻ്റെ കൂടുതൽ സമകാലീന പ്രശ്നങ്ങൾ സ്പർശിക്കുവാനുള്ള അവസരം ലഭിക്കട്ടെന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഗ്രീൻ ബുക്സ് ആണ് ദായിഷ് എന്ന ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഗ്രീൻ ബുക്സിന്റെ MD നരേന്ദ്രൻ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ അബ്ബാസും ഗ്രീൻ ബുക്സുമായിട്ടുള്ള ബന്ധം വളരെയധികം കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ഊഷ്മളമായ ബന്ധമാണ്. അബ്ബാസിൻ്റെ 6ഓളം കൃതികൾ ഗ്രീൻ ബുക്സിലൂടെയാണ് വെളിച്ചം കണ്ടിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. വളരെ നല്ല ചെറുകഥകളും ഗൾഫ് ജീവിതവും കേരള ജീവിതവും ഒരുപോലെ പ്രതിഫലിക്കുന്ന കഥകളാണ് ശ്രീ അബ്ബാസ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ അതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതകാലത്ത് എഴുതിയിട്ടുള്ള ഒരു കൂട്ടം ലേഖനങ്ങളുടെ ഒരു പരമ്പരയാണ് ഇപ്പോൾ നമ്മൾ ദായിഷ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇത്രയും കാലിക പ്രാധാന്യമുള്ള ഒരു ലേഖന പരമ്പര ഈ സമയത്ത് പ്രസിദ്ധീകരിക്കുവാൻ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ഭീകര പ്രവർത്തനങ്ങളെ ഒരു കാലത്തും തുടച്ചു നീക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ മുളയിലെ ഗൾഫിൽ ഉണ്ടായിരുന്ന ആദ്യകാല സംഭവ പരമ്പരകളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പരിസമാപ്തിയിൽ എത്തിച്ചിട്ടുമുണ്ട് ഈ പുസ്തകത്തിൽ. ഇതെല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അതുകൂടാതെ നമ്മൾ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കഥകളും ഇന്നിവിടെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അബ്ബാസിൻ്റെ ചെറുതല്ല വളരെ ഗുരുതരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വിമുക്തനായി അദ്ദേഹം വീണ്ടും നമ്മുടെ ഇടയിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് സർവേശ്വരൻ ആയുരാരോഗ്യങ്ങൾ കൊടുക്കട്ടെ, കൂടുതൽ നല്ല നല്ല പുസ്തകങ്ങൾ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട മോഹനേട്ടൻ ഈ പുസ്തകത്തെക്കുറിച്ച്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ. KM അബ്ബാസ് അർഹിക്കുന്നു നല്ലൊരു സദസ്സ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. കാരണം
ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഞാനും അബ്ബാസും തമ്മിൽ. ഷാർജ പുസ്തകമേളയിൽ ഈ വർഷം അദ്ദേഹം ഉണ്ടാവുമോ എന്ന് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എപ്പോഴും സിറാജിൻ്റെ സ്റ്റാളിൽ ഞാനും അബ്ബാസും കൂടി ഒരു ലൈവ് ചെയ്യാറുണ്ടായിരുന്നു. ഈ വർഷം അത് മിസ്സാവുമോ എന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അത് ചെയ്യാൻ സാധിച്ചു. അബ്ബാസ് വന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു അബ്ബാസ്. ഞാനും ഗീതയും മിക്കപ്പോഴും ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടാറുണ്ടായിരുന്നു. അബ്ബാസുമായിട്ട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. നല്ലൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. തിരിച്ച് അബ്ബാസ് വന്നു. ഒരുപാട് സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. അത്രമാത്രം പ്രാർത്ഥിക്കുന്നു. ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും പറയാനാവില്ല. എന്തായാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അബ്ബാസുമായിട്ടൊരു ദൃഢബന്ധമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സെഷനിൽ എനിക്ക് പങ്കെടുക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. എല്ലാവരെയും കാണാൻ സാധിച്ചൊരു സന്തോഷം. പുസ്തകമേള വിജയിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ ഒരു സന്തോഷം കൂടി അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും നന്ദി. ജീവിതത്തോട് പടപൊരുതിക്കൊണ്ടാണ് കെ അബ്ബാസ് ഓരോ ദിവസവും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ആ അബ്ബാസിന്റെ നേരിട്ട പ്രതിസന്ധികളൊക്കെ അദ്ദേഹത്തിന്റെ എഴുത്തിന് കൂടുതൽ കരുത്ത് മാത്രമാണ് പകർന്നിട്ടുള്ളത്. രണ്ടു പേർക്ക് സംസാരിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് വൈ റഹീം. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, കെ എം അബ്ബാസ് അവനേട്ടം പറഞ്ഞതുപോലെ ഈ പുസ്തകമേള തുടങ്ങിയ കാലം മുതൽ നമ്മളോടൊപ്പമുള്ള ഒരു വ്യക്തിത്വമാണ്. അബ്ബാസ് കൈരളിയിൽ ഒരു 20 വർഷം മുമ്പ് ജോയിൻ ചെയ്തപ്പോൾ വലിയ ന്യൂസൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഒരു സ്ഥലത്ത് ഒരു 150 ആളുകൾ ഭക്ഷണം ഇല്ലാത്ത ഒരു സാഹചര്യം വന്നു. ഒരാഴ്ചയായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്നു എന്ന് അറിഞ്ഞിട്ടാണ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ട് എൻ്റെ അടുത്ത് വരികയും ഞങ്ങളൊരു 5-6 പേര് സിറ്റി സെൻറ്റർ അജ്മാനിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചത് ഉമ്മൽക്കോയിലാണ്. ആ ക്യാമ്പിൽ നമ്മളെത്തി. അവർക്ക് ആഹാരം പാകം ചെയ്യാനുള്ളതും അപ്പം കഴിക്കാനുള്ളതും ഒക്കെ ഉള്ളതാണ് പോയത്. എന്തായാലും ഒരു 10 മണിയായപ്പോൾ ഞാനും അബ്ബാസും ഈ വന്നവരും എല്ലാം കൂടെ ഒരു നിയമപരമായ കുരുക്കിൽപ്പെട്ടു. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയെങ്കിലും അതിനകത്ത് വെച്ചില്ല അവർ. കാരണം ഈ ആഹാരം കൊടുക്കാൻ വന്നവരെന്നൊരു കൺസിഡറേഷൻ കിട്ടി. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിലപിടിപ്പുള്ള ക്യാമറ അത് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ അത് അവർ കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതി കയറി ഇറങ്ങേണ്ട ഒരു ഗതികേട് വന്നു. ഞാൻ പറഞ്ഞ അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ മാത്രമല്ല, ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ്. അത് സൂചിപ്പിക്കാനാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. 20 വർഷം മുമ്പുള്ള ആ കാര്യം. അതുപോലെ ഇവിടെ ഉള്ളപ്പോഴൊക്കെ, നല്ല ആരോഗ്യത്തോടെ ഉള്ളപ്പോഴൊക്കെ മറ്റുള്ളവരുടെ ഓരോ പ്രശ്നങ്ങൾക്കും വിളിക്കുക മാത്രമല്ല, അത് ഫോളോ അപ്പ് ചെയ്ത് പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ സഹായിക്കാൻ സന്നദ്ധതയുള്ള ഒരു പത്രപ്രവർത്തകൻ കൂടിയാണ്. ആ അർത്ഥത്തിൽ ഒരുപാട് കാലം പുസ്തകം എഴുതാനും ഒരുപാട് കാലം ആയുസ്സും ആരോഗ്യവുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സർവശക്തനായ ദൈവം അദ്ദേഹത്തിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ചടങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുന്നു. പുസ്തക പ്രകാശനം. പുസ്തക പ്രകാശനത്തിനായി 2-3 പേരെ കൂടി ഈ വേദിയിലേക്ക് വിളിക്കുകയാണ്. തീർച്ചയായും ഈ ഇരിക്കുന്ന എല്ലാവരും വേദിയിലേക്ക് വരേണ്ട ആളുകളാണ്. കാരണം അത്രമേൽ അബ്ബാസുമായി ചേർന്ന് നിൽക്കുന്ന, അബ്ബാസുമായി ഹൃദയബന്ധം പുലർത്തുന്ന ആളുകളാണ്. പക്ഷെ കുറച്ച് പേര് മാത്രം തൽക്കാലം പ്രതിനിധികളായി വിളിക്കുന്നു. MC നാസർ, താഹിർ അലി പുറപ്പാട്, റാഫി പട്ടേൽ, പ്രിയപ്പെട്ട രാജന്മാർ,